2022 സെപ്റ്റംബർ 18 ഉത്തരാഖണ്ഡ് ഋഷികേശ്. അന്ന് ഋഷികേശിലെ ഗംഗാ ഭോഗ്പൂരിലുള്ള വനാന്ത്ര റിസോർട്ടിൽ റിസപ്ഷനിസ്റ്റായി ജോലി ചെയ്തിരുന്ന 18 വയസ്സുകാരി അങ്കിത ഭണ്ഡാരിയെ ദുരൂഹമായ സാഹചര്യത്തിൽ കാണാതാവുന്നു. ഇതോടെ സെപ്റ്റംബർ 19 അങ്കിത മിസ്സിംഗ് ആണെന്ന് കാണിച്ച് അവളുടെ അച്ഛൻ ബിരേന്ദ്ര സിംഗ് ഭണ്ഡാരി പോലീസിൽ പരാതി നൽകാൻ ശ്രമിച്ചു. 12 മണിക്കൂറിനുള്ളിൽ അദ്ദേഹം പൗരി താന, മുനിക്കി റെറ്റി താന, ഋഷികേശിലെ കോട്ട്വാലി താന എന്നീ സ്ഥലങ്ങളിലെ 3 പോലീസ് സ്റ്റേഷനുകൾ കയറിയിറങ്ങുന്നു. എന്നാൽ പോലീസ് സ്റ്റേഷന്റെ അധികാരപരിധി കാരണമായി പറഞ്ഞ് അദ്ദേഹത്തിന്റെ പരാതിയിൽ ഒരു സ്റ്റേഷനിലും FIR രജിസ്റ്റർ ചെയ്തില്ല. അങ്കിത ജോലി ചെയ്തിരുന്ന റിസോർട്ട് സ്ഥിതി ചെയ്യുന്നത് റവന്യൂ പോലീസിന്റെ അധികാരപരിധിയിലുള്ള സ്ഥലത്താണെന്ന് പറഞ്ഞ് എല്ലാവരും അദ്ദേഹത്തെ മടക്കി അയക്കുന്നു. അതേസമയം റിസോർട്ടിന്റെ ഉടമയായ പുൽകിത് ആര്യ സെപ്റ്റംബർ 19 അങ്കിതയുടെ തിരോധാനത്തെക്കുറിച്ചുള്ള പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ റവന്യൂ പോലീസ് ഓഫീസർ വൈഭവ് പ്രതാപിനെ അറിയിക്കുന്നു. എന്നാൽ FIR രജിസ്റ്റർ ചെയ്യാൻ അധികാരമുള്ള വൈഭവ് പ്രതാപ് യാതൊരു നടപടിയും സ്വീകരിക്കാതെ അവധിയിൽ പ്രവേശിക്കുകയാണ് ചെയ്തത്. ചില ഗൂഢനീക്കങ്ങളുടെ ഭാഗമായിട്ടുള്ള അവധിയായിരുന്നു അത്. സെപ്റ്റംബർ 24 അതായത് അങ്കിതയെ കാണാതായി 6 ദിവസങ്ങൾക്ക് ശേഷം ഋഷികേശിലെ ചില്ല കനാലിന്റെ തടയണയിൽ നിന്നും ഉത്തരാഖണ്ഡ് പോലീസിന്റെ കീഴിലുള്ള ദുരന്ത നിവാരണ സേന അങ്കിതയുടെ അഴുകിയ മൃതദേഹം കണ്ടെടുക്കുന്നു. 2022 ഉത്തരാഖണ്ഡിലെ ഒരു പ്രമുഖ BJP നേതാവിന്റെ മകൻ ഉൾപ്പെടെ പ്രതിസ്ഥാനത്ത് വന്ന വലിയ കോളിളക്കങ്ങളുണ്ടാക്കിയ ഒരു കേസായിരുന്നു അങ്കിത ഭണ്ഡാരി കേസ്. യഥാർത്ഥത്തിൽ ആരായിരുന്നു അങ്കിത ഭണ്ഡാരി? അവൾ എങ്ങനെയാണ് കൊല ചെയ്യപ്പെട്ടത്? അവളുടെ കൊലയാളികൾ ആരൊക്കെയായിരുന്നു? നമ്മുടെ ഇൻവെസ്റ്റിഗേഷൻ ഇവിടെ ആരംഭിക്കുന്നു. വെൽക്കം ബാക്ക്. ഉത്തരാഖണ്ഡിലെ പൗരി ഗർവാൾ ജില്ലയിലെ ഒരു ചെറിയ ഗ്രാമമായ ശ്രീകോട്ടിൽ 2003 നവംബർ 11 അങ്കിത ഭണ്ഡാരി ജനിച്ചത്. അങ്കിതയുടെ അച്ഛൻ ബിരേന്ദ്ര സിംഗ് ഭണ്ഡാരി ഒരു സെക്യൂരിറ്റി ഗാർഡായിട്ടാണ് ജോലി ചെയ്തിരുന്നത്. എന്നാൽ ആരോഗ്യ പ്രശ്നങ്ങളാൽ അദ്ദേഹത്തിന് ജോലി നഷ്ടപ്പെട്ടു. അങ്കിതയുടെ അമ്മ സോണി ദേവി ഒരു അംഗൻവാടി ജീവനക്കാരിയാണ്. അവൾക്ക് ഒരു സഹോദരനുമുണ്ട്. സാമ്പത്തിക പ്രയാസങ്ങൾ ഒത്തിരി അനുഭവിക്കുന്ന ഒരു ചെറിയ കുടുംബം. +2 88% മാർക്കോടുകൂടി പാസ്സായ അങ്കിത എത്രയും പെട്ടെന്ന് വിദേശത്തൊരു ജോലി കണ്ടെത്തുന്നതിനും കുടുംബത്തെ സാമ്പത്തിക ബുദ്ധിമുട്ടിൽ നിന്നും കരകയറ്റുന്നതിനുമായി ഹോട്ടൽ മാനേജ്മെന്റ് കോഴ്സിന് ജോയിൻ ചെയ്യുന്നു. എന്നാൽ ഈ സമയത്താണ് അവളുടെ അച്ഛന്റെ ജോലി നഷ്ടപ്പെടുന്നത്. ഇതോടെ കുടുംബത്തിന്റെ സാമ്പത്തിക സ്ഥിതി ഒന്നുകൂടി വഷളാവുന്നു. അങ്ങനെയാണ് അങ്കിത പഠനം പാതി വഴിയിൽ ഉപേക്ഷിച്ച് നാട്ടിൽ തന്നെ എന്തെങ്കിലും ജോലി കണ്ടെത്താൻ തീരുമാനിക്കുന്നത്. അവൾ ഈ കാര്യം ജമ്മുവിൽ താമസിച്ചിരുന്ന പുഷ്പദീപ് എന്ന സുഹൃത്തിനോട് പറയുന്നു. അതേസമയം ഉത്തരാഖണ്ഡിലെ ഋഷികേശിൽ യാങ്കേശ്വർ ബ്ലോക്കിലുള്ള വനാന്ത്ര എന്ന റിസോർട്ടിൽ ഒരു റിസപ്ഷനിസ്റ്റിന്റെ ഒഴിവ് വരുന്നു. ഉത്തരാഖണ്ഡിലെ BJPയുടെ സീനിയർ നേതാവായിരുന്ന വിനോദ് ആര്യയുടെ മകൻ പുൽകിത് ആര്യയാണ് ആ റിസോർട്ട് നടത്തിയിരുന്നത്. OLXൽ റിസപ്ഷനിസ്റ്റിന് ആവശ്യമുണ്ടെന്ന് കാണിച്ച് പുൽകിത് ഒരു പരസ്യം നൽകിയിരുന്നു. ജമ്മുവിൽ നിന്നും പുഷ്പദീപാണ് ആ പരസ്യം ആദ്യം കണ്ടത്. അവൻ ഈ കാര്യം അങ്കിതയോട് പറയുന്നു. അവൾക്ക് ജോലിക്ക് പോവാൻ സമ്മതമാണെന്ന് പറഞ്ഞതോടെ ആദ്യം പുഷ്പദീപും പിന്നീട് അങ്കിതയും പുൽകിത് ആര്യയെ ഫോൺ വിളിച്ച് ജോലിയെക്കുറിച്ച് ചോദിച്ചു മനസ്സിലാക്കുന്നു. 10,000 രൂപയാണ് സാലറി. റിസോർട്ടിലെത്താൻ ടൗണിൽ നിന്നും കുറച്ച് കിലോമീറ്ററുകൾ ഉള്ളിലേക്ക് പോകണം. അതുകൊണ്ട് തന്നെ താമസം റിസോർട്ടിൽ അറേഞ്ച് ചെയ്യും. ഫുഡും അവിടെ നിന്ന് തന്നെ ലഭിക്കും. വേറെ ചിലവുകളൊന്നുമില്ല. കേട്ടപ്പോൾ അതൊരു നല്ല ഓഫറായി തോന്നിയതുകൊണ്ട് തന്നെ അങ്കിത ഓക്കെ പറഞ്ഞു. ഇതോടെ അവൾക്ക് ആ ജോലി എളുപ്പത്തിൽ ലഭിക്കുന്നു. 2022 ഓഗസ്റ്റ് 28 അങ്കിത ഭണ്ഡാരി തന്റെ പിതാവിനോടൊപ്പം അവളുടെ വീട്ടിൽ നിന്നും ഏകദേശം 130 കിലോമീറ്റർ അകലെയുള്ള വനാന്ത്ര റിസോർട്ടിലെത്തുന്നു. ആ സമയത്ത് അങ്കിതയുടെ അച്ഛൻ ആ റിസോർട്ടും അതിന്റെ പരിസര പ്രദേശങ്ങളുമെല്ലാം പരിശോധിച്ച് തന്റെ മകൾക്ക് ജോലി ചെയ്യാൻ അനുയോജ്യമാണെന്ന് കണ്ടെത്തിയിരുന്നു. അതുപോലെ അവിടെയുള്ള ജീവനക്കാരുടെ പെരുമാറ്റത്തിലും അദ്ദേഹം സംതൃപ്തനായിരുന്നു. അങ്ങനെ മകളെ ആ റിസോർട്ടിലാക്കിയതിനു ശേഷം ബിരേന്ദ്ര ഭണ്ഡാരി തന്റെ ഗ്രാമമായ ശ്രീകോട്ടിലേക്ക് തിരിച്ചു പോകുന്നു. അങ്കിതയ്ക്ക് താമസിക്കാനായി റിസപ്ഷന്റെ തൊട്ടടുത്തുള്ള ഒരു മുറിയാണ് പുൽകിത് നൽകിയത്. അങ്ങനെ അടുത്ത ദിവസം തൊട്ട് അവൾ റിസപ്ഷനിസ്റ്റായി ജോലി ചെയ്യാൻ തുടങ്ങുന്നു. അങ്കിത് ഗുപ്ത, സൗരവ് ഭാസ്കർ എന്നീ 2 മാനേജർമാരുടെ മേൽനോട്ടത്തിലായിരുന്നു അവളുടെ ജോലി.
എന്നാൽ ജോലി ആരംഭിച്ച ദിവസം തന്നെ അവൾക്കൊരു മോശം അനുഭവമുണ്ടായി. മദ്യപിച്ചെത്തിയ ഒരു ഗസ്റ്റ് അങ്കിതയെ കെട്ടിപ്പിടിക്കുകയും ബലം പ്രയോഗിച്ച് റൂമിനകത്തേക്ക് കൊണ്ടുപോകാൻ ശ്രമിക്കുകയും ചെയ്യുന്നു. റിസോർട്ട് ഉടമയായ പുൽകിത് ആര്യ തക്ക സമയത്ത് ഇടപെട്ടതുകൊണ്ട് മാത്രമാണ് അന്നവൾ ആ ഗസ്റ്റിന്റെ കയ്യിൽ നിന്നും രക്ഷപ്പെട്ടത്. പുൽകിത് ഗസ്റ്റിനു വേണ്ടി അങ്കിതയോട് സോറി പറയുകയും ചെയ്തു. എന്നാൽ റിസോർട്ടിലെ അസിസ്റ്റന്റ് മാനേജർ അങ്കിത് ഗുപ്ത ഈ വിഷയത്തിൽ വേറെ രീതിയിലാണ് ഇടപെട്ടത്. ഇവിടെ നടന്ന കാര്യങ്ങളെക്കുറിച്ച് ആരോടും ഒന്നും പറയരുതെന്ന് പറഞ്ഞ് ഒരു ഭീഷണിയുടെ സ്വരത്തിൽ അയാൾ അങ്കിത ഭണ്ഡാരിയോട് സംസാരിക്കുന്നു. അത് കേട്ടപ്പോൾ തന്നെ അവൾക്ക് കാര്യം മനസ്സിലായി. ഗുപ്തയുടെ അറിവോടെയാണ് ഗസ്റ്റ് അങ്കിതയെ കയറി പിടിച്ചിരിക്കുന്നത്. ഇതോടെ അങ്കിത പുഷ്പദീപിനോട് ചാറ്റ് ചെയ്യുന്ന സമയത്ത് ഈ കാര്യം പറഞ്ഞു. ശ്രദ്ധിച്ചു നിൽക്കണമെന്നും ശരിയല്ല എന്ന് തോന്നുകയാണെങ്കിൽ ജോലി ഉപേക്ഷിക്കാനും പുഷ്പദീപ് ഉപദേശിക്കുന്നു. എന്നാൽ വീട്ടിലെ സാഹചര്യങ്ങളെക്കുറിച്ചോർത്ത അങ്കിത അവിടെ തുടരാൻ തീരുമാനിക്കുകയായിരുന്നു. 1-2 ആഴ്ച കാര്യമായ പ്രശ്നങ്ങളൊന്നുമില്ലാതെ കടന്നുപോയി. ഒരു ദിവസം പുൽകിത് ആര്യ ഇന്ന് കുറച്ച് ഗസ്റ്റുകൾ വരുന്നുണ്ടെന്നും അതിനാൽ റിസോർട്ടിലെ എല്ലാ മുറികളും അവർക്ക് കൊടുക്കേണ്ടി വരുമെന്നും ഗസ്റ്റുകൾ പോകുന്നതുവരെ അങ്കിത എന്റെ മുറിയുടെ അടുത്തുള്ള മുറിയിൽ താമസിക്കണമെന്നും പറയുന്നു. ഇതോടെ അങ്കിത അവളുടെ സാധനങ്ങളെല്ലാം എടുത്ത് പുൽകിത്തിന്റെ റൂമിനടുത്തുള്ള മറ്റൊരു റൂമിലേക്ക് മാറി. അപ്പോഴാണ് അവൾക്കൊരു കാര്യം മനസ്സിലായത്. ആ റൂമിനകത്ത് നിന്നും പുൽകിത്തിന്റെ റൂമിലേക്ക് ഒരു ഡോർ ഉണ്ട്. അതായത് പുൽകിത്തിന് ആരുമറിയാതെ അങ്കിതയുടെ മുറിയിലേക്ക് വരാൻ കഴിയുമെന്ന് ചുരുക്കം. അന്ന് അവൾ ഭയപ്പെട്ടതുപോലെ തന്നെ സംഭവിക്കുകയും ചെയ്തു. രാത്രിയോടെ അങ്കിതയുടെ മുറിയിൽ കയറിയ പുൽകിത് അവിടെ ഇരുന്ന് മദ്യപിക്കാൻ തുടങ്ങി. അതിനുശേഷം അയാൾ അവളെ ബലമായി ചുംബിക്കാൻ ശ്രമിച്ചു. പുൽകിത്തിന്റെ ഈ മോശം പ്രവൃത്തിയിൽ അസ്വസ്ഥയായ അങ്കിത അവനോട് ദേഷ്യപ്പെടുന്നു. അവൾ നിലവിളിച്ച് ആളെ കൂട്ടുമെന്ന് കണ്ടതോടെ പുൽകിത് അടവ് മാറ്റി. അങ്കിതയോട് ക്ഷമ ചോദിച്ച് അവൻ റൂമിൽ നിന്നും ഇറങ്ങിപ്പോകുന്നു. പക്ഷേ തുടർന്നുള്ള ദിവസങ്ങളിൽ ഡ്രൈവിംഗ് പഠിപ്പിക്കാൻ എന്ന വ്യാജേനെ പുൽകിത് പലതവണ അങ്കിതയോട് അടുക്കാൻ ശ്രമിച്ചു. എന്നാൽ അവൾ ഓരോ തവണയും അവന്റെ പദ്ധതികൾ പരാജയപ്പെടുത്തിക്കൊണ്ടേയിരുന്നു. പതുക്കെ വനാന്തര റിസോർട്ടിലെ അങ്കിതയുടെ ജീവിതം ദുഷ്കരമാവാൻ തുടങ്ങി. അവൾ എല്ലാ കാര്യങ്ങളും സുഹൃത്ത് പുഷ്പദീപിനോട് ഒന്നുവിടാതെ പറയുമായിരുന്നു. ഇതേ തുടർന്ന് സെപ്റ്റംബർ 14-നും 15-നും പുഷ്പദീപ് വനാന്തര റിസോർട്ടിൽ താമസിക്കാനെത്തുന്നു. ആ ദിവസങ്ങളിലൊന്നും കാര്യമായ പ്രശ്നങ്ങൾ ഉണ്ടാവാത്തതുകൊണ്ട് തന്നെ സെപ്റ്റംബർ 16-ന് അവൻ ജമ്മുവിലേക്ക് മടങ്ങിപ്പോയി. അതിനുശേഷം സെപ്റ്റംബർ 17-ന് രാത്രി അങ്കിതയും പുഷ്പദീപും വാട്സപ്പിൽ വളരെ നേരം ചാറ്റ് ചെയ്തിരുന്നു. റിസോർട്ടിൽ തനിക്ക് ഒട്ടും സുരക്ഷിതത്വം തോന്നുന്നില്ലെന്നും എപ്പോൾ വേണമെങ്കിലും ഞാൻ ജോലി രാജിവെച്ച് വീട്ടിലേക്ക് പോകുമെന്നും അങ്കിത ആ വാട്സപ്പ് ചാറ്റിൽ പറയുന്നു. അതിനവളെ പ്രേരിപ്പിച്ച സംഭവത്തെക്കുറിച്ചും അവൾ വിവരിക്കുന്നുണ്ട്. തിങ്കളാഴ്ച അതായത് സെപ്റ്റംബർ 19-ന് റിസോർട്ടിലേക്ക് ഒരു VIP ഗസ്റ്റ് വരുന്നുണ്ടെന്നും അയാൾക്ക് അധിക സേവനം നൽകിയാൽ 10,000 രൂപ നൽകാമെന്നും അസിസ്റ്റന്റ് മാനേജർ അങ്കിത് ഗുപ്ത അങ്കിതയോട് പറഞ്ഞിരുന്നു. എന്താണ് ഈ അധിക സേവനമെന്ന് അവൾ ചോദിച്ചപ്പോൾ മസാജ് ചെയ്യുന്നതിനെ കുറിച്ചാണ് ഗുപ്ത പറഞ്ഞത്. ഇതോടെ അങ്കിത ദേഷ്യം വന്ന് പൊട്ടിത്തെറിച്ചു. ഞാൻ തീർച്ചയായും ഒരു ദരിദ്ര കുടുംബത്തിൽ നിന്നുമാണ് വരുന്നത്. പക്ഷേ നിങ്ങളുടെ റിസോർട്ടിന് വേണ്ടി ഞാൻ എന്റെ ശരീരം വിൽക്കില്ല എന്ന് അവൾ അങ്കിത് ഗുപ്തയുടെ മുഖത്തു നോക്കി പറഞ്ഞു. ഇതോടെ നിന്നോട് ചെയ്യാനല്ല പറഞ്ഞത്, ഈ ജോലി ചെയ്യാൻ തയ്യാറുള്ള മറ്റേതെങ്കിലും പെൺകുട്ടിയെക്കുറിച്ച് അറിയുമോ എന്ന് ചോദിച്ചതാണ് എന്ന് പറഞ്ഞ് ഗുപ്ത അടവ് മാറ്റി. എന്നാൽ ഈ ഓഫർ തനിക്ക് വേണ്ടി മാത്രമാണെന്ന് അങ്കിത ഭണ്ഡാരിക്ക് അറിയാമായിരുന്നു. അവൾ ഈ കാര്യം സുഹൃത്ത് പുഷ്പദീപിനോട് വാട്സപ്പ് ചാറ്റിലൂടെ പറയുന്നു. ഇതോടെ ജോലി ഉപേക്ഷിക്കാനുള്ള തീരുമാനത്തെ പുഷ്പദീപും സപ്പോർട്ട് ചെയ്തു. അടുത്ത ദിവസം അതായത് 18-ാം തീയതി വൈകുന്നേരം 4 മണിയോടെ വനാന്തര റിസോർട്ടിന്റെ ഉടമയായ പുൽകിത്തുമായി അങ്കിത എന്തോ കാര്യത്തെ ചൊല്ലി വഴക്കിടുന്നതും അതിനെ തുടർന്ന് അവൾ കരയുന്നതും റിസോർട്ടിലെ മറ്റു ജീവനക്കാർ കണ്ടിരുന്നു. 6 മണിയോടെ പുഷ്പദീപ് വിളിച്ചപ്പോഴും അവൾ ഫോണിലൂടെ കരയുകയായിരുന്നു. അസിസ്റ്റന്റ് മാനേജർ അങ്കിത് ഗുപ്ത തന്നെ മർദ്ദിച്ചു എന്നാണ് അവൾ കരഞ്ഞുകൊണ്ട് പറഞ്ഞത്. പിന്നീട് രാത്രി ഒരു 8 മണിയോടെ അങ്കിത പുഷ്പദീപിനെ വിളിച്ചപ്പോൾ അവൾ പുറത്തായിരുന്നു. നിരവധി വാഹനങ്ങളുടെ ശബ്ദം കേട്ട് പുഷ്പദീപ് നീ എവിടെയാണെന്ന് ചോദിച്ചപ്പോൾ ഞാൻ പുറത്താണ്, സാറിനും മാനേജേഴ്സിനും എന്നോടെന്തോ പ്രധാനപ്പെട്ട കാര്യം സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞ് പുറത്തു കൊണ്ടുവന്നിരിക്കുകയാണ് എന്നാണ് അവൾ പറഞ്ഞത്. പക്ഷേ പുൽകിത് ആര്യ, അങ്കിത് ഗുപ്ത, സൗരവ് ഭാസ്കർ എന്നിവർ ചുറ്റുമുണ്ടായിരുന്നതിനാൽ അവൾക്ക് കൂടുതൽ കാര്യങ്ങളൊന്നും പറയാൻ കഴിയാതെ കോൾ ഡിസ്കണക്ട് ചെയ്യുന്നു. അതിനുശേഷം നടന്നത് മുഴുവൻ ദുരൂഹതകൾ നിറഞ്ഞ കാര്യങ്ങളാണ്. രാത്രി 9:38-ന് പുൽകിത് ആര്യയുടെ ഫോണിൽ നിന്നും പുഷ്പദീപിന് ഒരു കോൾ വരുന്നു. തങ്ങൾ റിസോർട്ടിലെത്തിയെന്ന് പറഞ്ഞ പുൽകിത് ആര്യ പിന്നീട് പറഞ്ഞത് മുഴുവൻ അങ്കിതയെക്കുറിച്ചുള്ള പരാതികളായിരുന്നു.
അങ്കിത ഇപ്പോൾ തീരെ ജോലിയിൽ ശ്രദ്ധിക്കുന്നില്ല എന്നും അവൾ എപ്പോഴും ഫോൺ നോക്കുന്ന തിരക്കിലാണ് എന്നും കുറച്ചുകൂടി ജോലിയിൽ ആത്മാർത്ഥത കാണിക്കുന്ന സ്റ്റാഫിനെയാണ് തനിക്ക് ആവശ്യമെന്നുമാണ് പുൽകിത് ആര്യ പറഞ്ഞത്. ഇതോടെ അങ്കിതയെ ജോലിയിൽ നിന്നും പുറത്താക്കാൻ അവർ തീരുമാനിച്ചു കഴിഞ്ഞു എന്ന് പുഷ്പദീപിന് മനസ്സിലായി. അവൻ ഈ കാര്യം പറയാൻ അങ്കിതയെ വിളിച്ചെങ്കിലും അവളുടെ ഫോൺ സ്വിച്ച് ഓഫ് ആയിരുന്നു. ഇതോടെ അവൻ പുൽകിത്തിന്റെ നമ്പറിലേക്ക് തിരിച്ചു വിളിക്കുന്നു. എന്നാൽ പലതവണ വിളിച്ചു നോക്കിയെങ്കിലും പുൽകിത് ഫോൺ എടുത്തതേയില്ല. കുറച്ചു സമയത്തിന് ശേഷം പുൽകിത്തിന്റെ ഫോണും സ്വിച്ച് ഓഫായി. അങ്കിത തീർച്ചയായും എന്തോ വലിയ പ്രശ്നത്തിലാണെന്ന് പുഷ്പദീപിന് തോന്നി തുടങ്ങിയിരുന്നു. അല്ലെങ്കിൽ റിസോർട്ടിലെത്തിയാലുടൻ അവൾ അവനെ വിളിക്കുമായിരുന്നു. ഇതോടെ പുഷ്പദീപ് ആ റിസോർട്ടിൽ ജോലി ചെയ്യുന്ന മറ്റൊരു ജീവനക്കാരനെ വിളിച്ച് അങ്കിത റിസോർട്ടിലെത്തിയോ എന്നുള്ള കാര്യം അന്വേഷിക്കുന്നു. മാഡം റിസോർട്ടിലെത്തിയെന്ന് ഞങ്ങൾ അറിഞ്ഞെങ്കിലും ഞങ്ങൾ ഇതുവരെ മാഡത്തെ നേരിട്ട് കണ്ടിട്ടില്ല എന്നാണ് ആ ജീവനക്കാരൻ പറഞ്ഞത്. അങ്കിത് ഗുപ്ത മാഡത്തിനാണെന്ന് പറഞ്ഞ് കിച്ചണിൽ നിന്നും ഭക്ഷണമെടുത്ത് മാഡത്തിന്റെ റൂമിലേക്ക് കൊണ്ടുപോകുന്നത് കണ്ടു എന്നുകൂടി ആ ജീവനക്കാരൻ പുഷ്പദീപിനോട് പറയുന്നു. അടുത്ത ദിവസം രാവിലെ 8 മണിക്ക് പുഷ്പദീപ് അങ്കിതയുടെ നമ്പറിലേക്ക് വീണ്ടും വിളിച്ചു. പക്ഷേ അപ്പോഴും അവളുടെ ഫോൺ സ്വിച്ച് ഓഫ് ആയിരുന്നു. പുൽകിത് ആര്യയുടെ ഫോണും സ്വിച്ച് ഓഫിൽ തന്നെയാണ്. തലേ ദിവസം രാത്രി മുതൽ അങ്കിതയുടെയും പുൽകിത്തിന്റെയും ഫോണുകൾ സ്വിച്ച് ഓഫ് ആണ്. എന്താണ് സംഭവിച്ചിരിക്കുന്നത് എന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തതയുമില്ല. ഇതെല്ലാം പുഷ്പദീപിനെ അലട്ടാൻ തുടങ്ങി. അവൻ റിസോർട്ടിലെ മറ്റ് സ്റ്റാഫുകളെ വിളിച്ച് അസിസ്റ്റന്റ് മാനേജർ അങ്കിത് ഗുപ്തയുടെ ഫോൺ നമ്പർ സംഘടിപ്പിച്ചു. എന്നാൽ ആ നമ്പറിലേക്ക് വിളിച്ചപ്പോൾ ഫോൺ എടുത്തത് പുൽകിത് ആര്യയാണ്. പിന്നീടുള്ള പുഷ്പദീപിന്റെ ഓരോ ചോദ്യങ്ങൾക്കും പുൽകിത് പരസ്പര വിരുദ്ധമായ മറുപടിയാണ് നൽകിയത്. അതുപോലെ ഇന്ന് രാവിലെ അങ്കിത ആരോടും ഒന്നും പറയാതെ റിസോർട്ടിൽ നിന്നും എങ്ങോട്ടോ പോയി എന്നും പുൽകിത് പറയുന്നു. പിന്നീട് തന്റെ ഭാഗം ന്യായീകരിക്കാനുള്ള പല കാര്യങ്ങളും പറഞ്ഞതിനു ശേഷം പുൽകിത് ഫോൺ വെച്ചു. എല്ലാവരും ചേർന്ന് അങ്കിതയെ എന്തോ ചെയ്തിട്ടുണ്ട് എന്ന് പുഷ്പദീപിന് സംശയമായി. എത്രയും പെട്ടെന്ന് ഈ കാര്യങ്ങൾ അവളുടെ വീട്ടിലറിയിക്കാൻ അവൻ തീരുമാനിക്കുന്നു. എന്നാൽ അങ്കിതയുടെ വീട്ടിലെ ആരുടെയും നമ്പർ പുഷ്പദീപിന് അറിയില്ല. അതുകൊണ്ട് തന്നെ അവൻ ഇൻസ്റ്റഗ്രാമിൽ നിന്നും അങ്കിതയുടെ ഒരു കസിനെ കണ്ടെത്തി അവൾക്ക് മെസ്സേജ് അയച്ച് അങ്കിതയുടെ അച്ഛൻ ബീരേന്ദ്ര ഭണ്ഡാരിയുടെ നമ്പർ സംഘടിപ്പിച്ച് ആ നമ്പറിലേക്ക് വിളിക്കുന്നു. എന്നാൽ അതിനോടകം ബീരേന്ദ്ര ഭണ്ഡാരി മകൾ മിസ്സിംഗ് ആയ കാര്യം അറിഞ്ഞു കഴിഞ്ഞിരുന്നു. പുൽകിത് ആര്യയാണ് കുറച്ചു മുൻപ് അദ്ദേഹത്തെ വിളിച്ച് ഈ കാര്യം പറഞ്ഞിരിക്കുന്നത് എന്ന് പുഷ്പദീപിന് മനസ്സിലായി. റിസോർട്ടിൽ നിന്നും ആരോടും പറയാതെ ഇറങ്ങിപ്പോയ മകൾ വീട്ടിലെത്തുകയോ ഫോൺ വിളിക്കുകയോ ചെയ്യാത്തതിൽ ഭയന്നുപോയ ബീരേന്ദ്ര ഭണ്ഡാരി മകളെ അന്വേഷിച്ച് ഋഷികേശിലെ വനാന്ത്ര റിസോർട്ടിൽ എത്തുന്നു. എന്നാൽ അങ്കിതയുടെ മിസ്സിംഗുമായി ബന്ധപ്പെട്ട് തൃപ്തികരമായ ഒരു വിശദീകരണം നൽകാൻ പുൽകിത് ആര്യയ്ക്ക് കഴിഞ്ഞില്ല. ഇതോടെ ബീരേന്ദ്ര ഭണ്ഡാരി പോലീസിൽ പരാതി കൊടുക്കാൻ തീരുമാനിക്കുന്നു. അങ്ങനെയാണ് തുടക്കത്തിൽ പറഞ്ഞതുപോലെ അദ്ദേഹം പൗരി താന, മുനിക്കി റെറ്റി താന, ഋഷികേശിലെ കോട്ട്വാലി താന എന്നീ സ്ഥലങ്ങളിലെ 3 പോലീസ് സ്റ്റേഷനുകളിൽ പരാതിയുമായി കയറിയിറങ്ങിയത്. എന്നാൽ പോലീസ് സ്റ്റേഷന്റെ അധികാരപരിധി കാരണമായി പറഞ്ഞ് അദ്ദേഹത്തിന്റെ പരാതിയിൽ ഒരു സ്റ്റേഷനിലും FIR രജിസ്റ്റർ ചെയ്തില്ല. അങ്കിത വർക്ക് ചെയ്തിരുന്ന റിസോർട്ട് സ്ഥിതി ചെയ്യുന്നത് റവന്യൂ പോലീസിന്റെ അധികാരപരിധിയിലുള്ള സ്ഥലത്താണ് എന്നതായിരുന്നു പരാതി സ്വീകരിക്കാതിരിക്കാനുള്ള കാരണം. എന്താണ് ഈ റവന്യൂ പോലീസ് സംവിധാനമെന്ന് ഞാൻ ചുരുക്കി പറയാം. 1874 അതായത് ബ്രിട്ടീഷ് ഭരണകാലത്ത് പോലീസിന് എത്തിപ്പെടാൻ പ്രയാസമുള്ള ഹിൽ ഏരിയകളിൽ അതാത് സ്ഥലങ്ങളിലെ റവന്യൂ ഉദ്യോഗസ്ഥർക്ക് പോലീസിന്റെ അധികാരങ്ങൾ നൽകിയിരുന്നു. FIR രജിസ്റ്റർ ചെയ്യുന്നത് മുതൽ കേസ് അന്വേഷിച്ച് പ്രതിയെ അറസ്റ്റ് ചെയ്ത് കോടതിയിൽ ചാർജ് ഷീറ്റ് സമർപ്പിക്കുന്നത് വരെയുള്ള എല്ലാ അധികാരങ്ങളും അന്ന് തഹസിൽദാർ, വില്ലേജ് ഓഫീസർ പോലുള്ള റവന്യൂ ഉദ്യോഗസ്ഥർക്ക് നൽകിയിരുന്നു. പോലീസ് ഡിപ്പാർട്ട്മെന്റിന്റെ ചിലവ് ചുരുക്കൽ നയത്തിന്റെ ഭാഗം കൂടിയായിരുന്നു അന്നത്തെ റവന്യൂ പോലീസ് സിസ്റ്റം. എന്നാൽ ഈ 2025 അത് പിന്തുടരുന്ന ഒരേ ഒരു സ്റ്റേറ്റാണ് ഉത്തരാഖണ്ഡ്. ഉത്തരാഖണ്ഡിലെ 58% സ്ഥലങ്ങളിലും റവന്യൂ പോലീസ് സിസ്റ്റമാണ് നിലവിലുള്ളത്. പണ്ട് ചിലവ് ചുരുക്കാൻ ബ്രിട്ടീഷുകാർ കൊണ്ടുവന്ന നിയമം ഇപ്പോഴും ഫോളോ ചെയ്യുന്നു എന്നുള്ളത് തന്നെ വിചിത്രമായ കാര്യമാണ്. ഇനി കേസിലേക്ക് വരാം. ഒരു വിധത്തിൽ സ്ഥലത്തെ റവന്യൂ പോലീസ് ഓഫീസർ വൈഭവ് പ്രതാപിന്റെ നമ്പർ സംഘടിപ്പിച്ച ബീരേന്ദ്ര ഭണ്ഡാരി അദ്ദേഹത്തിന്റെ ഫോണിലേക്ക് വിളിച്ച് കാര്യം പറയുന്നു. എന്നാൽ പുൽകിത് ആര്യയുമായി അടുത്ത ബന്ധം പുലർത്തിയിരുന്ന വൈഭവ് പ്രതാപ് അടുത്ത ദിവസം തന്നെ അവധിയിൽ പ്രവേശിക്കുന്നു. പുൽകിത്തിനെ സഹായിക്കാൻ വേണ്ടിയാണ് ആ അവധി എന്നുള്ള കാര്യം വളരെ വ്യക്തമാണ്. ഇത് മനസ്സിലാക്കിയ ബീരേന്ദ്ര ഭണ്ഡാരി ഒരു നിമിഷം പോലും വൈകാതെ ജില്ലാ മജിസ്ട്രേറ്റിനെ സമീപിക്കുന്നു. ഒടുവിൽ ജില്ലാ മജിസ്ട്രേറ്റ് പോലീസ് സൂപ്രണ്ട് യശ്വന്ത് സിംഗിന് വിവരം കൈമാറിയതോടെ കാര്യങ്ങൾ വേഗത്തിലായി. അങ്കിതയുടെ തിരോധാനത്തിൽ റവന്യൂ പോലീസ് ഒരു നടപടിയും സ്വീകരിച്ചിട്ടില്ല എന്ന് SP യശ്വന്ത് സിംഗിന് വിവരം ലഭിച്ചു.
ഇതറിഞ്ഞതോടെ കേസിൽ ഉന്നതർ ഇടപെട്ടിട്ടുണ്ട് എന്നും ഒരു ക്രൈം നടന്നിട്ടുണ്ട് എന്നും അദ്ദേഹത്തിന് സംശയമായി. SP യശ്വന്ത് സിംഗ് ഉടൻ തന്നെ ബിരേന്ദ്ര ഭണ്ഡാരിയെ ലക്ഷ്മൺ ജൂല പോലീസ് സ്റ്റേഷനിലേക്ക് അയക്കുകയും അങ്കിതയെ തിരയാനും അവളുടെ മൊബൈലിന്റെ കോൾ ഡീറ്റെയിൽസ് ശേഖരിക്കാനും SHO സന്തോഷ് കുവേറിനോട് കർശനമായ നിർദ്ദേശങ്ങൾ നൽകുന്നു. സെപ്റ്റംബർ 21-ന് SHO സന്തോഷ് കുവേർ വനാന്ത്ര റിസോർട്ടിലെത്തി അങ്കിതയുടെ തിരോധാന കേസിൽ റിസോർട്ട് ഉടമ പുൽകിത് ആര്യ, മാനേജർ സൗരവ് ഭാസ്കർ, അസിസ്റ്റന്റ് മാനേജർ അങ്കിത് ഗുപ്ത എന്നിവരെ വിശദമായി ചോദ്യം ചെയ്യുന്നു. എന്നാൽ അങ്കിതയുടെ പെട്ടെന്നുള്ള തിരോധാനത്തെക്കുറിച്ച് വ്യക്തമായ വിവരങ്ങൾ നൽകാൻ 3 പേർക്കും സാധിച്ചില്ല എന്ന് മാത്രമല്ല, പല ചോദ്യങ്ങളിൽ നിന്നും അവർ ഒഴിഞ്ഞുമാറുകയും ചെയ്തു. ഇതോടെ 3 പേരെയും ലക്ഷ്മൺ ജൂല പോലീസ് സ്റ്റേഷനിലേക്ക് വിളിപ്പിച്ച് നിരന്തരമായ ചോദ്യം ചെയ്യലുകൾക്ക് വിധേയരാക്കി. പോലീസ് എത്ര തന്നെ സമ്മർദ്ദം ചെലുത്തിയിട്ടും അങ്കിതയ്ക്ക് എന്താണ് സംഭവിച്ചത് എന്ന് വെളിപ്പെടുത്താൻ അവർ തയ്യാറായില്ല. ചോദ്യം ചെയ്ത് വിട്ടയച്ചതോടെ അവർ 3 പേരും ഒളിവിൽ പോവുകയും ചെയ്തു. ഇതേസമയം അങ്കിതയുടെ സുഹൃത്ത് പുഷ്പദീപ് ജമ്മുവിൽ നിന്നും ഋഷികേശിലെത്തുന്നു. അങ്കിതയുമായുള്ള തന്റെ വാട്സപ്പ് ചാറ്റിന്റെയും പുൽകിത് ആര്യയുമായും വനാന്ത്ര റിസോർട്ടിലെ മറ്റ് ജീവനക്കാരുമായും നടത്തിയ ഫോൺ സംഭാഷണത്തിന്റെ ഓഡിയോ റെക്കോർഡിംഗ്സുമെല്ലാം അവൻ പോലീസിന് കൈമാറുകയും വിശദമായ മൊഴി നൽകുകയും ചെയ്യുന്നു. റിസോർട്ടിലെത്തുന്ന VIP ഗസ്റ്റുകൾക്ക് പ്രത്യേക സേവനം നൽകാൻ ആവശ്യപ്പെട്ടത് ഈ പ്രത്യേക സേവനത്തിനായി റിസോർട്ട് മാനേജർ എല്ലാ മാസവും ശമ്പളത്തോടൊപ്പം 10,000 രൂപ വാഗ്ദാനം ചെയ്തത് പിന്നീട് പുൽകിത് ആര്യയുടെ ഭാഗത്തു നിന്നുമുണ്ടായ മോശം അനുഭവം, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ആ വാട്സപ്പ് ചാറ്റിൽ നിന്നും പോലീസ് മനസ്സിലാക്കുന്നു. ഇതോടെ ഒളിവിൽ പോയ 3 പേരെയും സെപ്റ്റംബർ 23-ന് ലക്ഷ്മൺ ജൂല പോലീസ് അറസ്റ്റ് ചെയ്യുന്നു. അതിനുശേഷം അങ്കിതയുടെ വാട്സപ്പ് മെസ്സേജുകളുടെയും പുഷ്പദീപിന്റെ കോൾ ഡീറ്റെയിൽസിന്റെയും അടിസ്ഥാനത്തിൽ 3 പേരെയും വീണ്ടും ചോദ്യം ചെയ്തു. നിരന്തരമായ ചോദ്യം ചെയ്യലുകൾക്കൊടുവിൽ അവർ ആ ഞെട്ടിക്കുന്ന സത്യങ്ങൾ ഓരോന്നായി വെളിപ്പെടുത്തുന്നു. തങ്ങളുടെ ഇഷ്ടങ്ങൾക്ക് വഴങ്ങാത്ത അങ്കിതയെ ജോലിയിൽ നിന്നും പുറത്താക്കാനാണ് പുൽകിത് ആര്യ ആദ്യം തീരുമാനിച്ചതെങ്കിലും റിസോർട്ടിൽ നടക്കുന്ന ഇല്ലീഗൽ ആക്ടിവിറ്റീസ് അവൾ പുറത്തു കൊണ്ടുവരുമെന്ന് ഭയന്നതിനാൽ പ്രതികൾ അങ്കിതയെ കൊലപ്പെടുത്താൻ തീരുമാനിക്കുന്നു. സെപ്റ്റംബർ 18-ന് രാത്രി പുൽകിത് ആര്യ, സൗരവ് ഭാസ്കർ, അങ്കിത് ഗുപ്ത എന്നിവർ 2 ബൈക്കുകളിലായി വനാന്ത്ര റിസോർട്ടിൽ എത്തുന്നു. ജോലിയുമായി ബന്ധപ്പെട്ട ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ സംസാരിക്കണം, ഒപ്പം ഡിന്നർ പുറത്തുനിന്നും കഴിക്കാമെന്ന് പറഞ്ഞ് പുൽകിത് ആര്യ അങ്കിതയെ ബൈക്കിൽ കയറ്റുന്നു. ശേഷം അവർ നേരെ പോയത് ഋഷികേശിലെ ചില്ല കനാലിന്റെ പരിസരത്തേക്കാണ്. അവിടെ വെച്ച് 3 പേരും മദ്യപിക്കാൻ തയ്യാറെടുക്കുന്നു. ഇത് കണ്ട അങ്കിത റിസോർട്ടിലേക്ക് തിരിച്ചു പോകണമെന്ന് പറഞ്ഞ് പ്രശ്നമുണ്ടാക്കാൻ തുടങ്ങി. എന്നാൽ അവർ അങ്കിതയെ ആഴമേറിയതും ശക്തമായ അടിയൊഴുക്കുള്ളതുമായ ചില്ല കനാലിലേക്ക് തള്ളിയിടുന്നു. അതിനുശേഷം 3 പ്രതികളും ഒന്നും അറിയാത്തതുപോലെ റിസോർട്ടിലേക്ക് മടങ്ങി. ഈ കുറ്റകൃത്യം മറച്ചുവെക്കാൻ അവർ രഹസ്യമായി മറ്റൊരു പദ്ധതി തയ്യാറാക്കുന്നു. 4 പേർക്ക് ഭക്ഷണം തയ്യാറാക്കാൻ പുൽകിത് റിസോർട്ടിലെ ഷെഫിനോട് ആവശ്യപ്പെട്ടു. ആരും അങ്കിതയുടെ അഭാവത്തെക്കുറിച്ച് അറിയാതിരിക്കാനായി അവർ തന്നെ അവൾക്കുള്ള ഭക്ഷണം മുറിയിലേക്ക് കൊണ്ടുപോയി. എന്നാൽ മുറിയിൽ അങ്കിതയില്ല എന്നുള്ള കാര്യം പ്രതികൾക്കല്ലാതെ മറ്റാർക്കും അറിയില്ലായിരുന്നു. സെപ്റ്റംബർ 19-ന് രാവിലെ 3 പേരും അങ്കിത ഭണ്ഡാരിയുടെ തിരോധാനത്തെക്കുറിച്ചുള്ള വിവരം പരസ്യമാക്കുന്നു. അങ്കിത സ്വന്തം ഇഷ്ടപ്രകാരം ഇറങ്ങിപ്പോയി എന്നാണ് അവർ പറഞ്ഞു പരത്തിയത്. പ്രതികളുടെ കുറ്റസമ്മതം കേട്ട് സ്തബ്ധനായ SHO സന്തോഷ് കുവേർ ഉടൻ തന്നെ ഈ കാര്യം SP യശ്വന്ത് സിംഗിനെ അറിയിക്കുന്നു. ഇതേ തുടർന്ന് സെപ്റ്റംബർ 23-ന് തന്നെ ചില്ല കനാലിൽ അങ്കിതയ്ക്ക് വേണ്ടിയുള്ള തിരച്ചിൽ ആരംഭിച്ചു. അടുത്ത ദിവസം, അതായത് സെപ്റ്റംബർ 24-ന് ഉത്തരാഖണ്ഡ് SDRF സംഘം ചില്ല കനാലിൽ നിന്ന് അങ്കിത ഭണ്ഡാരിയുടെ മൃതദേഹം കണ്ടെടുക്കുന്നു. ഇതോടെ അങ്കിത ഭണ്ഡാരിയുടെ തിരോധാന കേസിൽ അറസ്റ്റിലായ പ്രതികൾക്കെതിരെ കൊലപാതകം, തെളിവ് നശിപ്പിക്കൽ എന്നീ കുറ്റങ്ങൾ ചുമത്തി പോലീസ് കേസെടുക്കുന്നു. ചില്ല കനാലിന്റെ പരിസര പ്രദേശങ്ങളിലുള്ള CCTV ക്യാമറകളിലെ ദൃശ്യങ്ങൾ പോലീസ് വീണ്ടെടുത്തു. ഒരു CCTV ഫുട്ടേജിൽ പുൽകിത് ആര്യ, അങ്കിത് ഗുപ്ത, സൗരവ് ഭാസ്കർ എന്നിവർക്കൊപ്പം അങ്കിത ഭണ്ഡാരിയെയും കണ്ടു. 4 പേരും 2 ബൈക്കുകളിലായി പോകുന്നതാണ് കണ്ടത്. പക്ഷേ റിസോർട്ടിലേക്ക് മടങ്ങുമ്പോൾ CCTV ദൃശ്യങ്ങളിൽ ആ 3 പേരോടൊപ്പം അങ്കിത ഭണ്ഡാരിയെ കണ്ടില്ല. അതായത് അങ്കിതയെ കനാലിൽ തള്ളിയിട്ടതിനു ശേഷമുള്ള CCTV ഫുട്ടേജാണത്. ഇതെല്ലാം പോലീസ് തെളിവായി ശേഖരിക്കുന്നു. അങ്കിതയുടെ ഡെഡ് ബോഡി ഋഷികേശിലെ എയിംസ് ഹോസ്പിറ്റലിൽ വെച്ചാണ് പോസ്റ്റ്മോർട്ടം നടത്തിയത്. ശരീരത്തിൽ നിരവധി മുറിവുകൾ ഉണ്ടായിരുന്നതായും വെള്ളത്തിൽ മുങ്ങിയാണ് മരണം നടന്നിരിക്കുന്നത് എന്നും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നു. അതായത് പ്രതികളുടെ മൊഴിയിൽ പറയുന്നത് പോലെയല്ല കാര്യങ്ങൾ. കനാലിലേക്ക് തള്ളിയിടുന്നതിന് മുൻപ് അങ്കിത ആക്രമിക്കപ്പെട്ടിട്ടുണ്ട് എന്ന് വ്യക്തമാണ്. എന്നാൽ ലൈംഗിക പീഡനം നടന്നിട്ടില്ല എന്നും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. ഉത്തരാഖണ്ഡിലെ കോട്ട്ദ്വാർ കോടതി പ്രതികളെ റിമാൻഡ് ചെയ്യുന്നു. പിന്നീട് ഈ സംഭവം ഉത്തരാഖണ്ഡിൽ വലിയ പ്രക്ഷോഭങ്ങൾ ഉണ്ടാക്കി.
തെളിവെടുപ്പിനിടെ കോപാകുലരായ ജനങ്ങൾ പോലീസ് വാഹനത്തിന് മുന്നിൽ വന്ന് പ്രതികൾക്കെതിരെ മുദ്രാവാക്യം വിളിക്കാൻ തുടങ്ങി. സ്ത്രീകൾ ഉൾപ്പെടെയുള്ള ജനക്കൂട്ടം പോലീസ് വാഹനത്തോടൊപ്പം 3 പ്രതികളെയും ആക്രമിച്ചു. അവർ പ്രതികളുടെ വസ്ത്രങ്ങൾ വലിച്ചു കീറി ക്രൂരമായി മർദ്ദിച്ചു. വളരെ പ്രയാസപ്പെട്ടാണ് 3 പ്രതികളെയും അനിയന്ത്രിതമായ ജനക്കൂട്ടത്തിന്റെ പിടിയിൽ നിന്നും പോലീസ് മോചിപ്പിച്ചത്. BJP നേതാവ് വിനോദ് ആര്യയുടെ മകൻ പുൽകിത് ആര്യയാണ് കേസിലെ പ്രധാന പ്രതി. രോഷാകുലരായ ജനക്കൂട്ടം വിനോദ് ആര്യയുടെ ഉടമസ്ഥതയിലുള്ള ഫാക്ടറിക്ക് തീയിട്ടതോടെ പ്രതിഷേധം മറ്റൊരു തലത്തിലേക്ക് കടന്നു. അങ്കിത ഭണ്ഡാരി കേസ് ഉത്തരാഖണ്ഡിനെ സംഘർഷഭരിതമാക്കി. പ്രതികൾക്ക് വധശിക്ഷ നൽകണമെന്നാവശ്യപ്പെട്ട് ആയിരക്കണക്കിന് പ്രതിഷേധക്കാർ രംഗത്തെത്തി. അങ്കിതയുടെ മൃതദേഹം പോസ്റ്റ്മോർട്ടം ചെയ്തത് 4 ഡോക്ടർമാരുടെ ഒരു സംഘമാണ്. അവരത് വീഡിയോയിൽ പകർത്തുകയും ചെയ്തു. പോസ്റ്റ്മോർട്ടത്തിന് ശേഷം അങ്കിത ഭണ്ഡാരിയുടെ മൃതദേഹം കുടുംബത്തിന് കൈമാറി. എന്നാൽ അവിടെയുണ്ടായിരുന്ന വലിയ ജനക്കൂട്ടം ഡെഡ് ബോഡി അവളുടെ ഗ്രാമത്തിലേക്ക് കൊണ്ടുപോവാൻ അനുവദിച്ചില്ല. ജനക്കൂട്ടത്തെ ശാന്തരാക്കുന്നതിനായി കേസ് അന്വേഷിക്കാൻ DIGയുടെ മേൽനോട്ടത്തിൽ ഒരു സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം രൂപീകരിക്കുമെന്നും അങ്കിത ഭണ്ഡാരി കേസിൽ നീതിയുക്തമായ വിചാരണ നടത്തുമെന്നും സംസ്ഥാന പോലീസ് മേധാവി ഉറപ്പു നൽകുന്നു. എന്നിട്ടും ഉത്തരാഖണ്ഡിലെ BJP സർക്കാരിനെതിരെ ആളുകൾ മുദ്രാവാക്യം വിളിച്ചുകൊണ്ടിരുന്നു. വളരെ പ്രയാസപ്പെട്ടാണ് പോലീസ് അങ്കിതയുടെ കുടുംബത്തെയും ജനക്കൂട്ടത്തെയും സമാധാനിപ്പിച്ചത്. ഒടുവിൽ മൃതദേഹം ഏറ്റുവാങ്ങിയ കുടുംബം അങ്കിതയുടെ ഡെഡ് ബോഡി നാട്ടിലെത്തിച്ച് മറവ് ചെയ്യുന്നു. ശേഷം അങ്കിത ഭണ്ഡാരി കേസ് ഫാസ്റ്റ് ട്രാക്ക് കോടതി പരിഗണിക്കുമെന്ന് മുഖ്യമന്ത്രി പുഷ്കർ സിംഗ് ധാമി പ്രഖ്യാപിക്കുന്നു. അതുപോലെ പുൽകിത്തിന്റെ അച്ഛൻ വിനോദ് ആര്യയെ BJPയിൽ നിന്നും പുറത്താക്കുന്നു. കൂടാതെ DIG P രേണുക ദേവിയുടെ നേതൃത്വത്തിൽ സംസ്ഥാന പോലീസ് ഒരു പ്രത്യേക അന്വേഷണ സംഘത്തെ രൂപീകരിക്കുന്നു. റിസോർട്ടിലെ എല്ലാ ജീവനക്കാരുടെയും മൊഴികൾ രേഖപ്പെടുത്തിയാണ് സംഘം അന്വേഷണം ആരംഭിച്ചത്. ഇതിനുശേഷം റിസോർട്ട് വിശദമായി പരിശോധിക്കുകയും അങ്കിതയെ കനാലിലേക്ക് തള്ളിയിട്ടതുമായി ബന്ധപ്പെട്ട സുപ്രധാന തെളിവുകൾ ശേഖരിക്കുകയും ചെയ്യുന്നു. അതിനോടൊപ്പം എല്ലാവരുടെയും മൊഴികൾ വീഡിയോയിൽ പകർത്തി. ഇതേസമയം റിസോർട്ടിലെ ഒരു മുൻ ജീവനക്കാരി സുപ്രധാന വിവരങ്ങൾ പങ്കുവെക്കുന്നു. കൊലപാതകം നടക്കുന്നതിന് 2 മാസം മുൻപ് റിസോർട്ട് വിട്ട മീററ്റ് നിവാസിയായ ഇഷിത എന്ന പെൺകുട്ടിയാണ് ഈ വെളിപ്പെടുത്തൽ നടത്തിയത്. റിസോർട്ടിൽ പുറത്തുനിന്ന് പെൺകുട്ടികളെ എത്തിച്ച് ഗസ്റ്റുകൾക്ക് കാഴ്ചവെക്കുന്നത് പതിവാണെന്നും തന്നെയും അതിനുവേണ്ടി നിർബന്ധിച്ചതോടെയാണ് ഞാൻ ജോലി രാജിവെച്ചത് എന്നുമായിരുന്നു ഇഷിതയുടെ വെളിപ്പെടുത്തൽ. അങ്കിതയുടെ തിരോധാനത്തിന് ശേഷം റിസോർട്ടിൽ എന്താണ് സംഭവിച്ചത് എന്നുള്ളതിനെ കുറിച്ചുള്ള മുഴുവൻ വിവരങ്ങളും അന്വേഷണ സംഘം ശേഖരിച്ചതിനു ശേഷം കേസിൽ 500 പേജുള്ള കുറ്റപത്രം സമർപ്പിച്ചു. അതിൽ 97 സാക്ഷികളുടെ മൊഴികൾ ഉൾപ്പെടുന്നു. SITയും പുൽകിത് ആര്യ, അങ്കിത് ഗുപ്ത, സൗരവ് ഭാസ്കർ എന്നിവർക്കെതിരെ കൊലപാതക കുറ്റമാണ് ചുമത്തിയത്. ഇതോടെ കേസിലെ വിചാരണ ആരംഭിക്കുന്നു. 2 വർഷവും 8 മാസവും നീണ്ടുനിന്ന വിചാരണ നടപടികൾക്ക് ശേഷം 2025 മെയ് 30 കോടതി വിധി പ്രസ്താവിച്ചു. പുൽകിത് ആര്യ, സൗരവ് ഭാസ്കർ, അങ്കിത് ഗുപ്ത എന്നിവർ കുറ്റക്കാരാണെന്ന് കണ്ടെത്തിയ കോടതി 3 പേർക്കും ജീവപര്യന്തം തടവാണ് ശിക്ഷയായി വിധിച്ചത്. എന്നാൽ പ്രതികൾക്ക് വധശിക്ഷ തന്നെ നൽകണമെന്നും അതിനുവേണ്ടി പോരാടുമെന്നും പറഞ്ഞ് അങ്കിതയുടെ അമ്മ രംഗത്ത് വന്നു. അവരിപ്പോഴും നിയമ നടപടികളുമായി മുന്നോട്ടു പോകുന്നു. ഇന്ത്യൻ സമൂഹത്തെ ആഴത്തിൽ വേദനിപ്പിച്ച ഒരു കേസാണ് അങ്കിത ഭണ്ഡാരി മർഡർ കേസ്. ഇത് ഒരു നിരപരാധിയായ പെൺകുട്ടിയുടെ ജീവിതവുമായി ബന്ധപ്പെട്ട അനീതിയുടെ കഥ മാത്രമല്ല, നമ്മുടെ സാമൂഹിക വ്യവസ്ഥയിലെ നിരവധി പോരായ്മകളുടെയും ബലഹീനതകളുടെയും ഒരു പ്രതിഫലനം കൂടിയാണ്. നമുക്ക് ചുറ്റിലും നടക്കുന്ന ഇത്തരം ഹീനമായ കുറ്റകൃത്യങ്ങൾ തടയുന്നതിന് കർശനമായ നടപടികൾ സ്വീകരിക്കുന്നുണ്ട് എന്ന് നാം ഉറപ്പാക്കേണ്ടതുണ്ട്. സ്ത്രീകൾക്ക് സുരക്ഷിതമായ അന്തരീക്ഷം നൽകുക, അവരുടെ അവകാശങ്ങളെ ബഹുമാനിക്കുക, അവർക്ക് ഭയരഹിതമായ ജീവിതം നയിക്കാനുള്ള അവകാശം നൽകുക എന്നിവ നമ്മുടെ കൂട്ടായ ഉത്തരവാദിത്തമാണ്. കുറ്റകൃത്യങ്ങൾക്കും അനീതിക്കുമെതിരെ ശബ്ദമുയർത്തേണ്ടത് അത്യാവശ്യം മാത്രമല്ല, നമ്മുടെ കടമയുമാണെന്ന് അങ്കിതയുടെ വേദനാജനകമായ കഥ സമൂഹത്തിന് ഒരു സന്ദേശം കൂടി നൽകുന്നു. അപ്പോൾ മാത്രമേ നമുക്ക് മികച്ചതും സുരക്ഷിതവും നീതിയുക്തവുമായ ഒരു സമൂഹം കെട്ടിപ്പടുക്കാൻ കഴിയൂ. അങ്കിത ഭണ്ഡാരി മർഡർ കേസിനെ തുടർന്ന് ഉത്തരാഖണ്ഡ് ഹൈക്കോടതി റവന്യൂ പോലീസ് സംവിധാനം 1 വർഷത്തിനുള്ളിൽ അവസാനിപ്പിക്കണമെന്ന വിധി പ്രസ്താവിച്ചു. സംസ്ഥാന സർക്കാർ ഈ സംവിധാനം അവസാനിപ്പിക്കുവാനും സാധാരണ പോലീസ് സ്റ്റേഷനുകൾ സ്ഥാപിക്കുന്നതിനുമുള്ള പ്രവർത്തനങ്ങൾ നടത്തിവരികയാണ് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്താണ് ഈ കേസിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായമെന്ന് കമന്റ് ചെയ്ത് പറയൂ. പുതിയൊരു ഇൻവെസ്റ്റിഗേഷനുമായി വീണ്ടും കാണാം. ബൈ.